നമ്മളിൽ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതിൽ നമുക്ക് 2 പാരൻസ് വേണം. മെയിലും ഫീമെയിലും. അപ്പം മെയിലിൻ്റെ അകത്തുള്ള ആരാണ്, അതേപോലെ തന്നെ ഫീമെയിലിൻ്റെ അകത്തുള്ള ആരാണ് ഒരു പുതിയൊരു കുട്ടി ഉണ്ടാവാൻ സഹായിക്കുന്നത്, ഒരു പുതിയ ന്യൂ ഓർഗാനിസം ഫോം ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? മെയിലിൻ്റെ അകത്തുള്ള എന്താണ്, അതേപോലെ തന്നെ ഫീമെയിലിൻ്റെ അകത്തുള്ള എന്താണ് നമുക്കൊരു പുതിയൊരു കുട്ടി ഫോം ചെയ്യാൻ സഹായിക്കുന്നത്? മെയിലിൻ്റെ അകത്തുള്ളയും ഫീമെയിലിൻ്റെ അകത്തുള്ളയും ഗ്യാമീറ്റ്സ് ആണ്. എന്താണ്? ഗ്യാമീറ്റ്സ് ആണ്. അവരിൻ്റെ അകത്തുള്ള ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഫോം ചെയ്യും. ആ സൈഗോട്ട് പിന്നെ ഫർദർ ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? കുട്ടിയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ റീപ്രൊഡക്ഷനാണ് പറഞ്ഞത്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ ഒരു പുതിയൊരു ഇൻഡിവിജ്വലിനെ, ഒരു പുതിയൊരു കുട്ടീനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 2 പാരൻസ് വേണം. ആ പാരൻസിൻ്റെ അകത്തുള്ള ഗ്യാമീറ്റ്സ് ആണ് ഇതിന് സഹായിക്കുന്നത്. മെയിലിൻ്റെ അകത്തുള്ള ഗ്യാമീറ്റ്സ് ഏതാണ്? സ്പേം. സിംഗുലറും പ്ലൂരലും സ്പേം തന്നെയാണ്. ഇനി ഫീമെയിലിൻ്റെ അകത്തുള്ള ഗ്യാമീറ്റ്സ് ഏതാണ്? എഗ്സ് ഓർ ഓവ. സിംഗുലർ എഗ് ഓർ ഓവം. അപ്പോൾ നമുക്ക് ഒരു ഗ്യാമീറ്റിൻ്റെ പറ്റി പറയാം. ഒന്നിൻ്റെ മെയിലിൻ്റെ അകത്തുള്ള ഗ്യാമീറ്റായിട്ടുള്ള സ്പേമും ഫീമെയിലിൻ്റെ ഗ്യാമീറ്റായിട്ടുള്ള എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന സ്ട്രക്ചറിനെ നമ്മൾ സൈഗോട്ട് എന്ന് പറയും. ഈ സൈഗോട്ട് ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു കുട്ടി, പുതിയ ന്യൂ ഇൻഡിവിജ്വൽ ഫോം ചെയ്യും.